Hello all. In today's class, we'll be dealing with the factors of causality and stability as far as the analysis of an LTI system using Laplace transform is concerned. In the last class, we just had a brief introduction to the concept of transfer function, and we just found out how we can convert a differential equation to the transfer function form, as well as the reconversion of the transfer function form to the differential equation form by taking Laplace transform and also by taking the inverse Laplace transform. So in this class, we'll be dealing with how we can classify a given equation, that is a given differential equation or a given transfer function, as a causal as well as stable system. So in the last class itself, we had told that impulse response is nothing but the inverse Laplace transform of transfer function. Or putting it in the other way, we can say that transfer function is the Laplace transform of impulse response. So to obtain a unique impulse response, just the knowledge about the differential equation description is not only enough. We actually need the details such as the location of poles, zeros, as well as its other natures, like whether it's causal or whether it's stable. All these features are also necessary to obtain a unique impulse response representation. So that is what we are going to deal it in this class. That is what is written. To obtain a unique impulse response, we must have additional knowledge of the system characteristics, like the causality and stability, by observing the relationship between poles and zeros along with the differential equation description of a system. Only this portion was dealt in the last class. In this class, we'll be dealing with the additional system characteristics, that is causality as well as stability. So we know that what is causality. ഒരു causal system എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ impulse response എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be 0 for t less than 0. That is, it will exist only for t greater than 0. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു causal സിസ്റ്റത്തിന് വരാനായിട്ടുള്ളത്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോൾസിനെ വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നിട്ടുള്ള സിസ്റ്റം ഒരു causal സിസ്റ്റം ആണോ നോൺ causal സിസ്റ്റം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ദ സെയിം വേ തന്നിട്ടുള്ള സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണോ അതോ അൺസ്റ്റേബിൾ സിസ്റ്റം ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ കോസാലിറ്റിക്ക് നമുക്ക് എപ്പോഴും വേണ്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 0 മാത്രമായിരിക്കണം സിഗ്നലിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവേണ്ടത്. ടി ലെസ് ദാൻ 0 സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കോസൽ സിഗ്നൽ ആവണമെന്നുണ്ടെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ 0 മാത്രമായിരിക്കണം, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ടേം അവിടെ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. ഇത് യു ഓഫ് മൈനസ് ടി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഒരിക്കലും കോസൽ ആവില്ല, അതൊരു നോൺ കോസൽ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ പറയാൻ പോകുന്നത് കൊസാലിറ്റിയുടെ തന്നെ രണ്ട് സ്പെഷ്യൽ കേസുകളാണ്. അതായത് ഇത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് സപ്പോസ് എച്ച് ഓഫ് എസ് ഇസ് യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇഫ് ഇറ്റ് ഇസ് ഓഫ് ദി ഫോം 1/s മൈനസ് ഡി കെ. ഈ ഡി കെ എന്ന് പറയുന്നത് ഒരു പോളാണ്. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് 1/s മൈനസ് 1, ഇങ്ങനെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എസ് മൈനസ് ഡി കെനെ നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡി കെ. അതായത് എസ് ഇസ് ഈക്വൽ ടു ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള എസ് പ്ലെയിനിൻ്റെ, അതായത് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരുന്ന ഒരു പോളായിട്ട് മാറും. ഇതാണ് ഒരു എസ് പ്ലെയിൻ എന്ന് പറയുന്നത്. സിഗ്മയും ജെയൊമേഗയും അടങ്ങുന്ന ഒരു എക്സ് വൈ ആക്സിസിനെയാണ് നമ്മളൊരു എസ് പ്ലെയിൻ എന്ന് പറയും. ഇത് നമ്മൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഡി കെ ആണ് നിങ്ങളുടെ പോൾ എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദി റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരുന്നൊരു പോള് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഡി കെ ടി യു ഓഫ് ടി ആയിരിക്കും. അതായത് ഒരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഇമ്പൾസ് റെസ്പോൺസിനെ നമുക്ക് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല, കാരണം ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ഇൻറ്റഗ്രബിലിറ്റി അത് നമുക്കിവിടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ അർത്ഥം അതൊരു അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പോകുന്ന ഇമ്പൾസ് റെസ്പോൺസുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ അൺസ്റ്റേബിൾ സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്, അതായത് കോസൽ ആസ് വെൽ ആസ് അൺസ്റ്റേബിൾ സിസ്റ്റം. കോസൽ ആണ് ബിക്കോസ് ദർ ഇസ് യു ഓഫ് ടി, അൺസ്റ്റേബിൾ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഇ റേസ് ടു ഡി കെ ടി, അതായത് ഒരു
എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇതതിൻ്റെ എസ് പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് അതിൻ്റെ ടി പ്ലെയിൻ. അതായത് ഇത് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനും ഇത് അതിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷനും. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് സ്പെഷ്യൽ കേസ്, അതായത് ഒരു കോസൽ ആസ് വെൽ ആസ് സ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ സിസ്റ്റം ആവണമെന്നുണ്ടെങ്കിൽ, കോസൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഇറ്റ് വിൽ ഹാവ് ദി ടേം ദിസ് യു ഓഫ് ടി. ഇനി അത് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ, നേരത്തെ കേസിൽ അത് അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം അത് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയതുകൊണ്ടാണ്. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിനെ അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആയി മാറും. അങ്ങനെ അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സിസ്റ്റം ക്യാൻ ബി സെഡ് ആസ് എ സ്റ്റേബിൾ സിസ്റ്റം. സോ ഫസ്റ്റ് പറഞ്ഞ കേസിൽ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലായിരുന്നു പോളുന്നുണ്ടെങ്കിൽ, സെക്കൻഡിലത്തെ കേസിൽ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലായിരിക്കും നമുക്ക് പോൾ ഉണ്ടാവും. അതായത് ദിസ് വിൽ ബി ഓഫ് ദി ഫോം, ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഓഫ് ദി ഫോം 1/s+dk. ഈ s+dkനെ നമ്മൾ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എച്ച് ഓഫ് ടി, അതായത് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് e⁻⁻dk u of t എന്നുള്ളത് കിട്ടും. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. ഇപ്പോൾ 1/s+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് e⁻⁻t u of t. അല്ലെങ്കിൽ 1/s+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്ന് പറയുന്നത് e⁻²t u of t ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാവുന്ന കണ്ടീഷൻ ഒരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ടേം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്, ദിസ് ഇസ് ദി എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ടേം ഓഫ് ഇമ്പൾസ് റെസ്പോൺസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്റ്റേബിളായി മാറും. കാരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇതെന്ന് പറയുന്നത് s-dk, s+dk എന്ന് പറയുന്നത് -dkയിലായിരിക്കും പോൾ ഉണ്ടാവുക. ദിസ് ഇസ് യുവർ ലാപ്ലേസ് ഡൊമൈൻ. ഓൺ ടേക്കിംഗ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതൊരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഇമ്പൾസ് റെസ്പോൺസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിനെ നമുക്ക് സുഖമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദിസ് കൈൻഡ് ഓഫ് representation may be used for a stable as well as a causal system. ഫസ്റ്റ് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ അൺസ്റ്റേബിൾ ആൻഡ് കോസൽ സിസ്റ്റം ആണ്. അപ്പോൾ എപ്പോഴും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം ഇസ് കൺസിഡേർഡ് ആസ് എ സ്റ്റേബിൾ ആസ് വെൽ ആസ് കോസൽ സിസ്റ്റം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് കോസാലിറ്റിയുടെ 2 സ്പെഷ്യൽ കണ്ടീഷനാണ്. ഇതേപോലെ തന്നെ സ്റ്റെബിലിറ്റിക്കും നമുക്ക് 2 സ്പെഷ്യൽ കണ്ടീഷൻസ് പറയാൻ പറ്റും. സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആവണം. അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസിൽ യാതൊരു വിധത്തിലുള്ള ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ ടേമുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ കോസാലിറ്റിയുടെ കേസിൽ നമ്മൾ ആദ്യത്തെ കേസ് കണ്ടപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ് ബിക്കോസ് ഓഫ് ദിസ് 1/s-dk ടേം, അതായത് s=dk, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ വരുമ്പോൾ അതിൻ്റെ എച്ച് ഓഫ് ടി എടുത്താൽ e⁻dk u of t വരും. അതായത് അതൊരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ടേമായി മാറും, വിച്ച് ഇസ് നോട്ട് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. പക്ഷേ എന്ന് വെച്ച് നമുക്ക് പോള് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഉണ്ടാവരുത് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് പോൾ അറ്റ് s=dk റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇതേ സിസ്റ്റത്തിനെ നമുക്ക് സ്റ്റേബിൾ ആക്കി മാറ്റാൻ പറ്റും. ഇതിപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെന്നാണ്, പക്ഷേ ഇതേ സിസ്റ്റത്തിനെ, അതായത് ഒരു റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഒരു പോള് വരികയാണെന്നുണ്ടെങ്കിൽ, അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ ഇവിടെ, പോൾ അറ്റ് s=dk ഇൻ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, അതിലേക്കും നമ്മളൊരു ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നലാക്കി ചേഞ്ച് ചെയ്യണം ഇൻ ദി ഇമ്പൾസ് റെസ്പോൺസ്. അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് ടീൻ്റെ വാല്യൂ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് -e⁻dk u of -t ആക്കി മാറ്റണം. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ അത് ലെഫ്റ്റ് ഹാഫ് ഡീക്കേയിങ് ആയിട്ടുള്ള സിഗ്നലായി മാറും. ഇങ്ങനത്തെ കണ്ടീഷനിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് സ്റ്റേബിൾ ഈവൺ ദോ ദി പോൾ ഇസ് ഓൺ ദി റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഇനി ഇതിലത്തെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസാലിറ്റിയുടെ സെക്കൻഡ് കേസ് പോലെ തന്നെയാണ്. അതായത് പോൾ അറ്റ് s=-dk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരിക പോൾ അറ്റ് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ തന്നെയാണ്. ഇത് dk ആണ് വരിക. അതായത് s=-dk ഇവിടെയാണ് നമുക്ക് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് വരിക. ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എച്ച് ഓഫ് ടി ആക്കി കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ഇസ് e⁻-dkt u of t. dk എന്ന് ഉദ്ദേശിക്കുന്നത് പോളാണ്, 1 or 2 or 3 വാട്ട് എവർ വാല്യൂ ഇറ്റ് മേ ബി. അപ്പോൾ e⁻-dkt u of t ആണ്. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇതിനെ നമുക്ക് സുഖമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ this is the same case as case 2 of causality, because pole at s=-dk is left half of S plane contributing to the right sided decaying exponential term. Hence the impulse response is causal as well as stable. ഇത് causal ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോൺ കോസൽ ആണ്. കാരണം ഇത് ലെഫ്റ്റിലേക്കല്ലേ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ കോസൽ ആയിട്ടുള്ള കേസാണ്. ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് causal case. So to sum up we can say
ഒരു സിസ്റ്റം ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പോളുകളും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലായിരിക്കണം. അതായത് മുന്നേ പറഞ്ഞ രണ്ട് കേസുകളത്തെയും കേസ് 2 സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അഥവാ ഒരു പോള് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുണ്ട് എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്നില്ലെങ്കിൽ സ്റ്റേബിൾ ആവും അല്ലെങ്കിൽ കോസൽ ആവും. പക്ഷേ ബോത്ത് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഇത് രണ്ടും കൂടി അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അത്രയാണ് നമുക്ക് തിയറി പോർഷൻ ഓഫ് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റിയിൽ പറയാനായിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എ സിസ്റ്റം ഹാസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2/s+3 + 1/s-2. ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് അസ്യൂമിംഗ് ദാറ്റ് ദ സിസ്റ്റം ഇസ് സ്റ്റേബിൾ ആൻഡ് അസ്യൂമിംഗ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കോസൽ. ക്യാൻ ദിസ് സിസ്റ്റം ബി ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇക്വേഷനാണ് നിങ്ങൾക്ക് തരിക ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട്. ഇതിന് ആദ്യം തന്നെ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഫോമുലാക്കി മാറ്റണം. അപ്പം നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് രണ്ട് തരത്തിലുള്ള ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇമ്പൾസ് റെസ്പോൺസ്, രണ്ട് കോസൽ ആയിട്ടുള്ളൊരു ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഒരേ ഇക്വേഷൻ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇമ്പൾസ് റെസ്പോൺസുകൾ ഉണ്ടാക്കാൻ പറ്റും. മുമ്പ് പറഞ്ഞ 4 കേസുകൾക്ക് പ്രകാരം നമുക്ക് യു ഓഫ് ടി, യു ഓഫ് മൈനസ് ടി, മൈനസ് യു ഓഫ് മൈനസ് ടി അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്കതിനെ സ്റ്റേബിളും കോസലും ഒക്കെ ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റെബിലിറ്റി ആണ് നോക്കുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും ഒരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ടേം ഇമ്പൾസ് റെസ്പോൺസിൽ ഉണ്ടാവാനായിട്ട് പാടില്ല സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലത്തെ രണ്ട് പോളുകൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. 1/s+3 എന്നുള്ള ടേം കൊണ്ട് വരുന്ന പോളാണ് s is equal to -3. അത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. s is equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ s is equal to -3 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആണ്. ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ നമുക്ക് വരുന്ന പോള് കാരണം കൊണ്ട് വരുന്ന ഇമ്പൾസ് റെസ്പോൺസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻³ u of t ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി റൈറ്റ് സൈഡിലുള്ള ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ. സോ നോ നീഡ് ഓഫ് ചേഞ്ചിങ് ഇറ്റ്. റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരുന്ന പോൾസിലാണ് സ്റ്റെബിലിറ്റി കണ്ടീഷനിൽ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് ഇവിടെ വരുന്ന റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലത്തെ പോൾ എന്ന് പറയുന്നത് s is equal to 2 ആണ്. അപ്പോൾ s is equal to 2 റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുള്ള പോളാണെന്നുണ്ടെങ്കിൽ അത് e⁻²t u of t ആയി മാറും. അതൊരു ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഇൻ്റഗ്രബിൾ ആവില്ല. മാത്രമല്ല അത് സ്റ്റെബിലിറ്റി കണ്ടീഷൻ അച്ചീവ് ചെയ്യുകയില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോൾ, അതായത് പോൾ അറ്റ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, അതായത് s is equal to 2 എന്ന് പറയുന്നത് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലത്തെ പോളാണ്, അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് ലെഫ്റ്റ് ഹാഫ് സൈഡിലത്തെ ഡീക്കേയിങ് എക്സ്പോണൻഷ്യലാക്കി ചേഞ്ച് ചെയ്യും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് ആസ് സച്ച് എഴുതാം, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -e⁻²t u of -t എന്നാക്കാം. ഇത് നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്യാനുള്ള കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമാണ് ഇവർ ഡീക്കേയിങ് സിഗ്നലായി മാറുള്ളൂ. ഡീക്കേയിങ് സിഗ്നലിനെ മാത്രമാണ് നമുക്ക് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നലിനെ മാത്രമാണ് നമുക്കൊരു സ്റ്റേബിൾ സിസ്റ്റത്തിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇത് റൈറ്റ് ഹാഫ് ആയിട്ട് എഴുതാമെന്ന് വിചാരിക്കുക, അതായത് ഇത് നമ്മൾ +e⁻²t u of t എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് സിഗ്നലായി മാറും. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ആൻ അൺസ്റ്റേബിൾ സിസ്റ്റം. സോ ഇവിടെ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സ്റ്റെബിലിറ്റിയുടെ കേസ് 1 നമ്മൾ പറഞ്ഞത്. ഹെൻസ് ഫോർ സ്റ്റേബിൾ സിസ്റ്റം ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസൽ സിസ്റ്റത്തിന് വേണ്ട ഇമ്പൾസ് റെസ്പോൺസ് ആണ്. കോസൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ യു ഓഫ് ടി ടേംസ് രണ്ട് സൈഡിൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ യു ഓഫ് ടി മാത്രം എഴുതുക. അതായത് സിസ്റ്റം ടു ബി കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾസ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു ദി റൈറ്റ് സൈഡ് ടേംസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. അതായത് 2e⁻³ u of t +e⁻²t u of t ഇത് മാത്രം നമുക്ക് എഴുതിയാലായിട്ട് മതിയാവും. വേറെ അതിൽ എക്സ്ട്രാ ഒന്നും തന്നെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരില്ല. യു ഓഫ് ടി ടേംസിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ അത് ഇപ്പോൾ ഈ സപ്പോസ് ഇത് ലെഫ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി റൈറ്റ് ഹാഫ് ആണെങ്കിലും ശരി ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. യു ഓഫ് ടി എന്നുള്ള ടേം വന്നാൽ തന്നെ ഇറ്റ് ഈസ് എ സിഗ്നൽ ദാറ്റ് ഹാസ് എ നോൺ സീറോ വാല്യൂ ഫോർ t>0. അതായത് t<0 ഈ സിഗ്നൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ളൊരു സിഗ്നൽ കോസൽ സിഗ്നലായിട്ട് പറയും. പിന്നെ അവർ ചോദിച്ചിട്ടുള്ളത് ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ആവാൻ പറ്റുമോ? ഇവിടെ സിസ്റ്റം കനോട്ട് ബി ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ബിക്കോസ് പോൾ അറ്റ് s is equal to 2 എന്ന് പറയുന്ന പോൾ അത് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. രണ്ട് പോളുകളും ലെഫ്റ്റ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് സിസ്റ്റം കോസൽ ആൻഡ് സ്റ്റേബിൾ ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസലായി മാറുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സപ്പോസ് 2 ഇതും -3 ആണ്, ഇതും -2 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു സ്റ്റേബിൾ ആൻഡ് കോസൽ സിസ്റ്റം ആയിരിക്കും. പക്ഷെ ഇവിടെ 2 എന്നുള്ളൊരു പോള് വന്നതുകൊണ്ട് 2 എന്നുള്ള പോള് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് വരിക. അതുകൊണ്ട് തന്നെ അവർ ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ എന്നുള്ള ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യും.
ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദി ഫോളോയിങ് systems described by the differential equation, find the impulse response assuming that the system is stable and causal. The equation is given like this: d square by dt square y of t plus 5 into d by dt y of t plus 6 y of t is equal to d square by dt square x of t plus 8 into d by dt x of t plus 13 into x of t. ഇത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ സോൾവ് ചെയ്യും ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. ഡി സ്ക്വയർ എന്ന് വന്നവിടേക്ക് എസ് സ്ക്വയർ എന്ന് ഇട്ട് കൊടുക്കും, ഡി ബൈ ഡി ടി എന്ന് വന്നവിടെ എസ് എന്ന് ഇട്ട് കൊടുക്കും. ഡിഫറൻസിയേഷൻ ഇക്വേഷൻസ് ഇല്ലാത്തവിടെ ജസ്റ്റ് ടേം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. സോ ദാറ്റ് വിൽ ഗെറ്റ് വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6. ഇതിൽ നിന്ന് വൈ ഓഫ് എസ് നമ്മൾ കോമൺ പുറത്തേക്ക് എടുക്കും, ഇതിൽ നിന്ന് എക്സ് ഓഫ് എസ് നമ്മൾ കോമൺ പുറത്തേക്ക് എടുക്കും, എസ് സ്ക്വയർ പ്ലസ് 8s പ്ലസ് 13. സോ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എസ് സ്ക്വയർ പ്ലസ് 8s പ്ലസ് 13 ബൈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് പോളും സീറോസും ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ആസ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ, നമ്മൾ ഇതിൽ ലോങ് ഡിവിഷൻ പെർഫോം ചെയ്യും. ലോങ് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ഓഫ് ദി ഫോം 1 പ്ലസ് 3s ബൈ 7 ബൈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ സെക്ഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും, എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2 ആൻഡ് വി വിൽ ഫൈൻഡ് ഈ ഒരു പോർഷൻ്റെ വി വിൽ ഫൈൻഡ് ദി പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ. ദാറ്റ് ഇസ് 3s പ്ലസ് 7 ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2നെ നമ്മൾ എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എ ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് ഇക്വേറ്റഡ് ടു 3s പ്ലസ് 7. എസ്സിൽ -2 ഇട്ട് കൊടുത്താൽ ഈ ഒരു ടേം ക്യാൻസൽ ആവും, ബീൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് കിട്ടും. സെയിം വേ എസ്സിന് -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയിൻ്റെ ടേം നമുക്ക് 2 ആയിട്ട് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എയും ബിയും ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും എയും ബിൻ്റെയും വാല്യൂ. എയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പോൾ 2 ബൈ എസ് പ്ലസ് 3 പ്ലസ് 1 ബൈ എസ് പ്ലസ് 2 ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി തേർഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ടോട്ടൽ എച്ച് ഓഫ് എസിൻ്റെ ഇക്വേഷൻ എഴുതും, 1 പ്ലസ് 2 ബൈ എസ് പ്ലസ് 3 പ്ലസ് 1 ബൈ എസ് പ്ലസ് 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പം നമുക്ക് എച്ച് ഓഫ് എസ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടി, പോൾസും സീറോസും, അതായത് ഇവിടെ നമുക്ക് പോൾസ് കിട്ടാം. ഇവിടുത്തെ പോൾസ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൾ ടു -3യും എസ് ഇസ് ഈക്വൾ ടു -2 ആണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പൾസ് റെസ്പോൺസ് ഫോമിലാക്കി എഴുതും. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടാൽ മതി. എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ ഓഫ് ടി. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2 ഇൻറ്റു ഇ റേസ് ടു -3t u of t ആൻഡ് ദിസ് ഇസ് 1 ഇ റേസ് ടു -2t u of t. സോ അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സിസ്റ്റം ഹാസ് 2 പോൾസ്, എസ് ഇസ് ഈക്വൾ ടു -3 ആൻഡ് എസ് ഇസ് ഈക്വൾ ടു -2. രണ്ടും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ആണ്. സ്റ്റെബിലിറ്റി കണ്ടീഷനും കൊസാലിറ്റി കണ്ടീഷനും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും, കാരണം വന്നിട്ടുള്ള രണ്ട് പോളുകളും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കേസ്. രണ്ടും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് സിസ്റ്റത്തിന് ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് സെപ്പറേറ്റ് വേറെ ഇക്വേഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. കോസൽ ആയിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസും സ്റ്റേബിൾ ആയിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസും രണ്ടും ഒന്ന് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഡെൽറ്റ ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു -3t u of t പ്ലസ് ഇ റേസ് ടു -2t u of t. u of t എന്നുള്ള ടേം കാരണം കൊണ്ട് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് കോസൽ. ആൻഡ് ഇ റേസ് ടു -3tയും ഇ റേസ് ടു -2t ആണ് ഇവിടെയുള്ള. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് സ്റ്റേബിൾ. ഇതെല്ലാം സാധ്യമായത് നമുക്ക് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വന്ന പോളുകൾ, അതായത് -3യും -2ഉം പോളുകൾ കാരണം കൊണ്ടാണ്. ഇനി വേറെ ക്വസ്റ്റൻ ആണ്. കൺസിഡർ എൽ ടി ഐ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ വൈ ഓഫ് ടി പ്ലസ് ഡി ബൈ ഡി ടി വൈ ഓഫ് ടി -2y of t is equal to d by dt x of t plus 3 into x of t. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഡസ് എ സ്റ്റേബിൾ ആൻഡ് കോസൽ സിസ്റ്റം എക്സിസ്റ്റ്? ഇതേ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ്. ഡി സ്ക്വയർ എന്ന് വന്നവിടേക്ക് എസ് സ്ക്വയർ കൊടുത്തു, ഡി ബൈ ഡി ടിയുടെ അവിടെ എസ് കൊടുത്തു, വൈ ഓഫ് എസും എക്സ് ഓഫ് എസും സെപ്പറേറ്റ് എഴുതി. വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് നമുക്ക് എസ് പ്ലസ് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് -2 എന്ന് വന്നു. ഇതിനെ ഫാക്ടറൈസ് ചെയ്തു, എസ് -1 എസ് പ്ലസ് 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും രണ്ട് പോളുകളാണ് നമുക്കുള്ളത്. ഒന്ന് എസ് ഇസ് ഈക്വൾ ടു 1 ആൻഡ് എസ് ഇസ് ഈക്വൾ ടു -2. എസ് ഇസ് ഈക്വൾ ടു 1 എന്ന് പറയുന്നത് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലത്തെ പോളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സിസ്റ്റം കനോട്ട് ബി ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ. അത്ര അവിടെ ആകെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ക്യാൻ ദ സിസ്റ്റം ബി, ക്യാൻ എ സ്റ്റേബിൾ ആൻഡ് കോസൽ സിസ്റ്റം എക്സിസ്റ്റ്? അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ആൻസറായി. നമുക്ക് രണ്ട് പോളുകളും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ അല്ല എന്നുണ്ടെങ്കിൽ a system cannot be both stable as well as causal because of the right half pole.
S is equal to 1 എന്നുള്ള പോൾ കാരണം കൊണ്ട് ഇറ്റ് കനോട്ട് ബി ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ. ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് ദി ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എൻ LTI സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അസ്യൂം 0 ഇനീഷ്യൽ കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. That is d square y of t by dt square minus dy of t by dt minus 2y of t is equal to x of t. x of t എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള റെസ്പോൺസ് ആണ്. അപ്പോൾ അഗെയിൻ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് ടു വൈ ഓഫ് എസ് ഇസ് ഈക്വൾ ടു എക്സ് ഓഫ് എസ്. ബിക്കോസ് എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് ടു വരാൻ കാരണം ഇവിടെ ഡി സ്ക്വയർ, ഇവിടെ ഡി ബൈ ഡി ടി, ഇവിടെ മൈനസ് ടു. സോ ഇറ്റ് ബിക്കംസ് എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് ടു വൈ ഓഫ് ടിയുടെ ലാപ്ലേസസ് വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എക്സ് ഓഫ് എസ്. നെക്സ്റ്റ് വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് ടു. എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻസ് ഫാക്ടറൈസ് ചെയ്യാം, എസ് പ്ലസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു. ഇനി നമുക്കറിയാം ഒരു ഇമ്പൾസ് ഇൻപുട്ടിന് എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇവിടെ 1 കൊടുക്കാം. അപ്പോൾ 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് ടു. ദാറ്റ് ബിക്കംസ് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് ടു. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക, എൻ്റെയും ബീൻ്റെയും വാല്യൂസ് ആസ് യൂഷ്വൽ കണ്ടെത്തുക. എൻ്റെ വാല്യൂ മൈനസ് 1/3, ബീൻ്റെ വാല്യൂസ് 1/3. ഇതിൽ നിന്ന് കോമൺ 1/3 നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 1 ബൈ എസ് മൈനസ് ടു മൈനസ് 1 ബൈ എസ് പ്ലസ് 1. 1 ബൈ എസ് മൈനസ് ടുവിൻ്റെ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു 2t ആൻഡ് ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി. ഇവിടെ ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് എന്നായിരിക്കും നിങ്ങൾക്ക് ഇൻപുട്ട് തരുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ 1 ബൈ എസ് ആക്കിയിട്ടിടുക. ഇവിടെ 1 ഇട്ട പോലെ 1 ബൈ എസ് ആക്കിയിടുക എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ. ഇനി ഇവിടെ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. വൈ ഓഫ് ടി ഇങ്ങനെ തന്നിട്ടുണ്ട്, യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 4t യു ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ടി ഇൻപുട്ട് ഇസ് ഗിവൺ, സെപ്പറേറ്റ് ഇൻപുട്ട്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഇമ്പൾസ് ഇൻപുട്ടാണ്, ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം വൈ ഓഫ് ടി എടുത്ത് എഴുതുന്നു, വൈ ഓഫ് ടിയുടെ കറസ്പോണ്ടിങ് ലാപ്ലേസ് എടുക്കുന്നു. അതായത് യു ഓഫ് ടിയുടെ ലാപ്ലേസ് ഇസ് 1 ബൈ എസ്, ദിസ് ഇസ് 1 ബൈ എസ് പ്ലസ് 1, ദിസ് ഇസ് മൈനസ് 1 ബൈ എസ് പ്ലസ് 3, ദിസ് ഇസ് മൈനസ് 1 ബൈ എസ് പ്ലസ് 4. ഇതിനെ നമ്മൾ LCM എടുത്തിട്ട് we will just do all the steps needed for simplification. Simplify ചെയ്ത് we will finally get y of s is equal to 6 into s square plus 4s plus 2 by s into s plus 1 into s plus 3 into s plus 4. ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് വൈ ഓഫ് എസ്. സെയിം വേ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി ആണ്. അതിൻ്റെ ലാപ്ലേസ് എടുത്താൽ നമുക്ക് 1 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഇ റേസ് ടു മൈനസ് 2t 1 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഫൈനലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്തണം. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ്. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യും ആൻഡ് വി വിൽ ഹാവ് ലൈക്ക് ദിസ് ടേം. s plus 2 മുകളിലേക്ക് പോവും. We can just expand it and finally we will get h of s like this. Expansion and simplification. So അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ടു സം അപ്പ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു ഇമ്പൾസ് റെസ്പോൺസിനെ കോസൽ ആസ് വെൽ ആസ് സ്റ്റേബിൾ ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഇമ്പൾസ് റെസ്പോൺസ് കാണുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക. അതിൽ തന്നെ പലതരത്തിലുള്ള ഇമ്പൾസ് റെസ്പോൺസുകൾ, സ്റ്റേബിൾ ഇമ്പൾസ് റെസ്പോൺസ്, കോസൽ ഇമ്പൾസ് റെസ്പോൺസ്, അങ്ങനെയുള്ള പല വെറൈറ്റീസ്. ഓക്കെ, ഹോപ്പ് യു ഓൾ ക്യാൻ ഫോളോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.